പ്രധാനമാണ്. കെ വി ബൈജു ഉണ്ട്. ബൈജു, കണ്ണൂരിൽ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു വൈകുന്നേരത്തെ കൊട്ടിക്കലാശമൊക്കെ? അവിടെ ഈ UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റും ആ വാശി, ആവേശമൊക്കെ ഉണ്ടായിരുന്നോ കൊട്ടിക്കലാശത്തിൽ? ഇന്ന് എന്തൊക്കെയാണ് അവിടെ പരിപാടികൾ? രഞ്ജിത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കണ്ണൂർ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും ജില്ല. വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരേണ്ടത് നാളെ കണ്ണൂർ ജില്ലയിൽ നിന്നായിരിക്കും. അത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി രാവിലെ തന്നെ വോട്ട് ചെയ്യും, അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവും. കാരണം നമുക്കറിയാം, ഇന്നലെയൊക്കെ വലിയ തോതിൽ വിവാദമായ പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ UDF-നെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നാളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് സംഘർഷ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതിനെ തുടർന്ന് ഇന്നലെ 6 മണി മുതൽ നാളെ രാത്രി 12 മണി വരെ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7000-ഓളം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വലിയ തോതിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ള ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തീപാറുന്ന മത്സരം നടക്കുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം ദുർബലമായ ഈ 2 സ്ഥലത്ത് ഇത്തവണ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല UDF-നുള്ളത്. കാരണം വിമതരായ CPIM-ന്റെ വിമത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. വലിയ വിജയപ്രതീക്ഷ അവിടെ വെച്ചു പുലർത്തുന്നു. പയ്യന്നൂരിലാണ് V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്ന സ്ഥലത്ത് വലിയ തോതിൽ അഴിമതി ആരോപണം പാർട്ടിക്കെതിരെ, പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു മണ്ഡലം. അതോടൊപ്പം TK ഗോവിന്ദൻ ഇവിടെ തളിപ്പറമ്പും വലിയ ശ്രദ്ധാ കേന്ദ്രമായി തന്നെ പറയേണ്ടി വരും. സ്വജനപക്ഷപാതം, അതോടൊപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കൽ, അങ്ങനെ തുടങ്ങി നിരവധി വിവാദങ്ങൾ ഒരുപക്ഷെ ഈ പരസ്യ പ്രചാരണ ഘട്ടത്തിലെല്ലാം ഉയർന്നു വന്നത് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ വിഷയങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർന്നുവെന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ജില്ലയിൽ നിലവിൽ 9 ഇടത്താണ് LDF സീറ്റുള്ളത്, വിജയിച്ചിട്ടുള്ളത്. ആ 9 മണ്ഡലങ്ങളും നിലനിർത്താനാവുമോ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന ഗ്ലാമർ പോരാട്ടം നടക്കുന്ന പേരാവൂരിൽ എന്ത് സംഭവിക്കും? KK ശൈലജ അവിടെ അട്ടിമറി വിജയം ഉണ്ടാകുമോ? അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന സ്ഥലത്ത് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അബ്ദുൾ റഷീദാണ് അവിടെ സ്ഥാനാർത്ഥി. നമുക്കറിയാം, തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം പകുതിയോളം കുറച്ച അബ്ദുൾ റഷീദിനെ നിസ്സാരനായി കാണാൻ പറ്റില്ല. വലിയ തോതിലുള്ള വെല്ലുവിളി അവിടെ നേരിടുന്നുണ്ട്. ഏതായാലും വിജയിക്കുമെങ്കിലും ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വലിയ തോതിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ അങ്ങനെ കണ്ണൂർ ജില്ലയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നു. നാളെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും രാവിലെ കണ്ണൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതരുണ്ട്. ശരണ്യ, ആലപ്പുഴയിൽ G സുധാകരൻ ഉയർത്തിയ എതിർ ശബ്ദങ്ങൾ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുന്നു. അസാധാരണമായ സാഹചര്യത്തിലൂടെ പാർട്ടി കടന്നു പോകുന്നു. അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, സമീപ മണ്ഡലങ്ങളിലും പ്രകമ്പനം സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷ UDF-നുണ്ട്, സംശയമില്ല. എന്താണ് അവസാന ദിവസത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ? രഞ്ജിത്ത്, ആലപ്പുഴയിൽ വളരെ ആവേശകരമായി തന്നെ മത്സരം പോകുന്നു എന്നുള്ളതാണ് ഇത്തവണ. അതായത് ഇടത് കോട്ട എന്ന് തന്നെയാണ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ അത്തരത്തിൽ എളുപ്പമുള്ള ഒരു മത്സരമല്ല ആലപ്പുഴയിൽ ഇടത് കേന്ദ്രങ്ങൾക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വിവിധ മണ്ഡലങ്ങളിൽ വാശിയേറിയ മത്സരമാണ് ആലപ്പുഴ ജില്ലയിൽ ഉള്ളത്. അരൂർ തൊട്ട് നമ്മൾ കായംകുളത്തേക്ക് വരെ എത്തുകയാണെങ്കിൽ, വടക്ക് അരൂർ തൊട്ട് കായംകുളം വരെ എത്തുകയാണെങ്കിൽ എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കാനായി UDF-ന് കഴിയുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും ശക്തമായ, ഇപ്പോൾ ഹരിപ്പാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുവരാൻ NDA-ക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ BJP-യും വെല്ലുവിളി ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കുന്ന, BJP-യൊക്കെ ഉണ്ടാക്കുന്ന ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് ആലപ്പുഴ ജില്ല കടക്കുന്നു എന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ എന്നുള്ളത് വളരെ വാശിയേറിയ, വിവിധ LDF-നും UDF-നും വളരെയധികം വാശിയേറിയ ഒരു മണ്ഡലമാണ്. കാരണം G സുധാകരന്റെ കൊഴിഞ്ഞുപോക്ക്, അത് CPM കോട്ടകൾ പ്രഹരമേൽപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം CPM-ന് ഉള്ള ഒരു മണ്ഡലം. അതേസമയം സുധാകരനെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്നും UDF-ലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് അത് ഗുണകരമെന്നും ഉള്ള ഒരു വിലയിരുത്തലിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യം KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട്. അതുകൊണ്ട് അമ്പലപ്പുഴയാണ് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി അമ്പലപ്പുഴ മാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ കൊട്ടിക്കലാശം അടക്കമുള്ള കാര്യങ്ങൾ വളരെ ആവേശകരമായി തന്നെ ആലപ്പുഴയിൽ
രീതിയിൽ അമ്പലപ്പുഴയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ ഒരു ആധിപത്യം LDF-ന് ഉണ്ടായിരുന്നു. എന്നാൽ അത് എത്രമാത്രം അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്തുവാണെങ്കിലും എത്രമാത്രം ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. കോട്ടയായ CPM-ന്റെ കോട്ടയെന്ന് നേരത്തെ വിശേഷിപ്പിച്ചിരുന്ന പഞ്ചായത്തുകളുള്ള ചേർത്തല മണ്ഡലം അടക്കമുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ കനത്ത മത്സരം, മന്ത്രി P. പ്രസാദ് മത്സരിക്കുന്ന ഇടമാണ്. അവിടെയൊക്കെ കടുത്ത മത്സരം കൊണ്ടുവരാനായി കഴിയുന്നു. ഇപ്പോൾ UDF ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ യുവ നേതാവായ KSU നേതാവായ AD തോമസിന്റെ സ്ഥാനാർത്ഥിത്വം, മത്സ്യത്തൊഴിലാളിയായ യുവാവിന്റെ സ്ഥാനാർത്ഥിത്വം, അങ്ങനെ പല രീതിയിലുള്ള സ്ഥാനാർത്ഥികളടക്കം പല വ്യത്യസ്തതകൾ കൊണ്ടുവന്ന് ഏകപക്ഷീയമായ മത്സരത്തെ പിടിച്ചടക്കാനുള്ള ഒരു നീക്കം വിവിധ മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഇന്നലെ പലയിടങ്ങളിലും കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായി. കായംകുളത്തും ഹരിപ്പാടും സംഘർഷമുണ്ടാകുന്നു. കായംകുളത്ത് UDF-ന് വാഹനം തകർക്കുന്ന, പ്രചാരണ വാഹനം തകർക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പൊതുവെ ചില സംഘർഷങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കിനിയും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.